നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE മറ്റ് മേഖലകളിൽ കനത്ത വേനൽ ചൂട് തുടരുന്നതിനിടയിൽ അലൈൻ മേഖലയിൽ കനത്ത മഴ. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് അലൈൻ മേഖലയിൽ ശക്തമായ മഴ ലഭിച്ചത്. മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അബുദാബി എമിറേറ്റിന്റെ കിഴക്കൻ നഗരമായ അലൈനിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അലൈന്റെ അൽ ഹിയാർ, മലാഖിദ്, അൽ ഫുവ, നാഹിൽ, അൽ ഫഖ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. വിനോദസഞ്ചാര മേഖലയായ ജബൽ ഹഫീദ് മലയോരങ്ങളിലും മഴ ശക്തമായിരുന്നു. ദൂരക്കാഴ്ചയെ ബാധിക്കുന്ന വിധം മഴ ശക്തമായതിനാൽ അലൈൻ ദുബായ് റോഡിലെ വേഗത പരിധി കുറച്ചതായി അബുദാബി പോലീസ് അറിയിച്ചു. ഈ മേഖലയിൽ ഇന്ന് രാത്രിയിലും അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മഴയും കാറ്റും തുടരും എന്നതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ UAE മറ്റ് മേഖലകളിൽ കനത്ത വേനൽ ചൂട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് താപനില വീണ്ടും 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. അൽദഫ്രയിൽ 50.2 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണിത്. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഇവിടെ ഇത്രയും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്ന താപനില 49 to 50 സെൽഷ്യസ് ആയതിനാൽ UAE നിവാസികൾ ചുട്ടുപൊള്ളുകയാണ്. ഉച്ച സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വ്യാഴാഴ്ച രാവിലെ മൂടൽമഞ്ഞ് കാരണം UAE ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മഞ്ഞ ചുവപ്പ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ ദൃശ്യപരത നന്നേ കുറവായിരുന്നു. ദൂരക്കാഴ്ച കുറവായതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വേഗപരിധി പാലിക്കാനും അധികാരികൾ അഭ്യർത്ഥിച്ചിരുന്നു. വരും ദിവസങ്ങളിലും രാവിലെ ചില തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിനിടെ UAE ആകാശ വിസ്മയങ്ങളിലൊന്നായ ഉൽക്കമഴയും എത്തുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. മണിക്കൂറിൽ 50 to 100 ഉൽക്കകൾ ആകാശത്ത് ദൃശ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഓഗസ്റ്റ് 12-നാണ് ആകാശ വിസ്മയങ്ങളിൽ ഒന്നായ ഉൽക്കമഴ ദൃശ്യമാകുന്നത്. ഈ പ്രതിഭാസം പൊതുജനങ്ങൾക്ക് നിരീക്ഷിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് UAE ഒരുക്കിയിരിക്കുന്നത്. വർഷം തോറുമുള്ള പേഴ്സീഡ്സ് ഉൽക്കകൾ ഓഗസ്റ്റ് 12-ന് അർദ്ധരാത്രി മുതൽ പുലർച്ചെ 3 മണി വരെ ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഷത്തിലെ ദീർഘവും കൂടുതൽ വ്യക്തവുമായ ഉൽക്കവർഷമാണ് 12-ന് ദൃശ്യമാകുക. ഉൽക്കവർഷം വീക്ഷിക്കാൻ മലിഹ ആർക്കിയോളജിക്കൽ സെന്റർ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മെലിഹ ക്യാമ്പ് സൈറ്റിൽ വൈകുന്നേരം 6 മണി മുതൽ ഉൽക്കവർഷം കാണാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. വാന നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവർക്കായി ദൂരദർശിനികളും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്ന പരിപാടിയിൽ ഭക്ഷണവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഡിസ്കവർ ഷുറൂഖിന്റെ വെബ്സൈറ്റ് വഴി ബുക്കിംഗിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.